ഹലോ ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്നു ഓണറിൻ്റെ എക്സ് സീരീസ് X7e Plus എന്ന് പറയുന്ന ഫോൺ. Good morning, ladies and gentlemen. Welcome to your favorite. അപ്പോൾ ഈ പെട്ടിയിലകത്ത് ഒരു കേസ് വരുന്നുണ്ട്, 45 വാട്ടിൻ്റെ സൂപ്പർ ചാർജർ വരുന്നുണ്ട്, വയർ വരുന്നുണ്ട് കേട്ടോ, ടൈപ്പ് C to ടൈപ്പ് A വേണമെങ്കിൽ കാണിച്ചു തരാം. ദാണ്ട തുറന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പാരൻറ്റ് കേസും ഹോണറിൻ്റെ തന്നെ 45 വാട്ടിൻ്റെ ചാർജറും വയറും വരുന്നുണ്ട്. ഇതൊരു 1000 ദിർഹത്തിന് താഴെ വരുന്ന ഒരു ഫോണാണ്. സോ നിങ്ങൾ അങ്ങനെ ഞാൻ പറയും ഭയങ്കരമായിട്ടുള്ളൊരു ഗെയിമിംഗ് ഫോണായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്യാമറ ഫോണൊന്നും അല്ല, അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഫോൺ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി എ ഗുഡ് ഫോൺ. ഓണറിൻ്റെ ബ്രാൻഡിങ് ഉള്ള നമുക്കിപ്പോൾ ഞാൻ പറയാം, നമുക്കിപ്പോൾ പണ്ടത്തെ X9B എന്ന് പറഞ്ഞിട്ടൊരു ഫോണുണ്ട്, ഓർമ്മയുണ്ടോ? ആ ഫോൺ ചിലപ്പോൾ ഇപ്പോഴും കിട്ടുമായിരിക്കും മാർക്കറ്റിൽ. അത് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോട്ടെ, കിഡില ഫോണാണ്. എനിക്ക് എന്തുകൊണ്ടും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിഡില ഒരു ഫോണാണ് കഴിഞ്ഞ ഇറങ്ങിയ ഓണറിൻ്റെ X9B. ഇവിടെ വരുമ്പോൾ ഓണർ X7e Plus 5G, ഇതാണ് ഈ ഫോണിൻ്റെ ഇത്. 5G ഫോണാണ്. AI പരിപാടികൾ ഈ ഫോണിൽ വരുന്നുണ്ട്. നമുക്ക് എടുത്ത് പറയാനാണെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയും പ്ലാസ്റ്റിക് ബാക്കുമാണ് വരുന്നത്. നമുക്കൊരു 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു ഓക്സിലറി ലെൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തരുന്നുണ്ട്. ഫ്ലാഷ് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് വരുന്നത് നമുക്ക് ദാണ്ടെ ബട്ടണിലാണ് വരുന്നത്, വോളിയം അപ്പ് ഡൗണ്. ഇവിടെ നമുക്കൊരു AI ബട്ടൺ വരുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ടൈപ്പ് C ആണ്. സിംഗിൾ ഇതാണെന്നാണ് തോന്നണത് കേട്ടോ. സൗണ്ട് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. അല്ലടാ, സ്റ്റീരിയോ സ്പീക്കറാ ഹോളിൽ നിന്ന് താഴെ നിന്ന് അടിക്കണം. നല്ല ലൗഡാണ് കേട്ടോ. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. നമുക്ക് IP റേറ്റിംഗ് 66, 67, 68, 69, 69K. പിന്നെ ഇതിനടുത്ത് തറയിട 2.5 മീറ്ററിൻ്റെ ഡസ്റ്റ് ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് ആണ്. അത് വെറുതെ ഇങ്ങനെയൊക്കെ ഫോണിടാം. എന്ത് രസമാണെന്നറിയോ, അതൊരു വേറെ ലെവൽ സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് അത് തരണത്. അങ്ങനെ ഫോൺ ചുമ്മാ അങ്ങനെ പ്ലക്കനെയൊക്കെ ഇടുമ്പോഴേ ഭയങ്കര രസമാണ്. ഒരു പ്രത്യേക ജീവിതമല്ലേ. അപ്പോൾ ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് AI അസിസ്റ്റൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരും. ക്ലീനപ്പ്, എനേബിൾ, ഡു നോട്ട് ഡിസ്റ്റർബ്, മൈ ഡേ, സ്ക്രീൻഷോട്ട്, ടേൺ ഫ്ലാഷ് ഓൺ, എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട് ഒറ്റ പ്രസ്സിൽ. നമ്മൾ അമുക്കി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് AI പരിപാടിയിലോട്ട് പോകും. സർക്കിൾ ടു സെർച്ച്, AI മെമ്മറീസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ LCD ഡിസ്പ്ലേ ആണ്, TFT LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വരെ അറിയാമല്ലോ. ഇതിൻ്റെ അകത്ത് 8 GB റാം ഉണ്ട്, 6 GB 8 GB റാമുമാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇതിൽ OLED കൊടുത്തിട്ട് 4 GB ആക്കായിരുന്നു. പക്ഷേ അവരത് ചെയ്യാതെ ഡിസ്പ്ലേ ഒന്ന് ചവിട്ടിയിട്ട് ഇവർ നൈസായിട്ട് റാം കൂട്ടി 6 GB 8 GB ആണ് വരുന്നത്. 6 GB 128ഉം 8 GB 256ഉം ഓപ്ഷനാണ് വരുന്നത്. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് വരുന്നത് 120 Hz റിഫ്രഷ് റേറ്റാണ്. അത്യാവശ്യം സ്മൂത്തും സ്നാപ്പിയൊക്കെയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 4th Gen 4 ആണ്. ഓക്കെ, ഭയങ്കര ചിപ്സെറ്റ് ഒന്നുമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫോണൊന്നുമല്ല ഇത്. ബിക്കോസ് ഈ ചിപ്സെറ്റിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 8 കോർ വരുന്നുണ്ട്. അതിൽ 6 കോർ എഫിഷ്യൻസി, 2 കോർ മാത്രമാണ് അവർ പെർഫോമൻസ് കൊടുത്തിരിക്കുന്നത്. അത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.3 GHz ആണ് 2 പെർഫോമൻസ് കോർ ഇരിക്കുന്നത്. പിന്നെ 6 എഫിഷ്യൻസി കോറിൽ 1.95 GHz പക്ഷേ നല്ല സ്മൂത്ത് ആൻഡ് സ്നാപ്പി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫോൺ. എനിക്ക് അങ്ങനത്തെ വലിയൊരു സ്റ്റക്ക് ആവൽ പരിപാടിയോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ചിപ്സെറ്റ് അത്യാവശ്യം നൈസാണ്. പിന്നെ നമുക്ക് ഏകദേശം നമ്മൾ മറ്റേ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ഓൾമോസ്റ്റ് 5 lakhൻ്റെ ഒരു ആൻറ്റുറ്റു സ്കോറാണ്. 5 അല്ല 6 lakh വരെ നമുക്ക് കിട്ടുന്നുണ്ട്. CPU ത്രോട്ടിലിങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇത് ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണല്ലേ. നമുക്കൊരു ഡേ ടു ഡേ ലൈഫിലൊക്കെ നമുക്ക് അത്യാവശ്യം ജിറ്റേഴ്സൊന്നും ഇല്ലാതെ നമുക്ക് തുടങ്ങാം. പിന്നെ 216 ഗ്രാമാണ് ഈ ഫോണിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അതിൻ്റെ ഒരു മേജർ സംഭവം വരുന്നത് 8100 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഫോണിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അത് ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് 45 വാട്ടിൻ്റെ ചാർജറും പെട്ടിയിനകത്തിരിപ്പുണ്ട്. 7.5 വാട്ടിൻ്റെ വയർഡ് റിവേഴ്സ് വൈഡ് ചാർജിങ് ഇതിലോട്ട് വരും. അപ്പോൾ വേറെ ഫോണുകൾക്ക് നിങ്ങൾക്ക് ഈ ഫോൺ ഇതിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ട്.
അപ്പം അതാണ്. പിന്നെ NFC വരുന്നുണ്ട്, ദുബായ് ഫോൺ ആയതുകൊണ്ട് തന്നെ NFC വരുന്നുണ്ട്. eSIM സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നില്ല, അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ 3 കളേഴ്സാണ് വരുന്നത്. ഇത് ഡെസേർട്ട് ഗോൾഡ് എന്ന് പറയുന്ന കളറും പിന്നെ ഒരു ബ്ലാക്കും സിൽവർ കളറും വരുന്നുണ്ട്. പിന്നെ ഞാൻ നിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓണറിൻ്റെ മാജിക് OS ആണ് വരുന്നത്. നമുക്ക് എല്ലാ രീതിയിലുള്ള AI പരിപാടികളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. വേണ്ട ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. AIയുടെ സകല പരിപാടിയുണ്ട്. മാജിക് പോർട്ടൽ ആയിക്കോട്ടെ, AI റൈറ്റിംഗ് ആയിക്കോട്ടെ, മറ്റേ ഡീപ്പ് വോയിസും അങ്ങനെയൊക്കെ മറ്റേ ഫേക്ക് സാധനങ്ങൾ വോയിസ് ചെയ്യുന്നതും എല്ലാ പരിപാടികളും ഇതിൻ്റെ അകത്ത് വരുന്നു. ട്രാൻസ്ലേറ്റ്, സബ്ടൈറ്റിൽസ്, മാജിക് സൈഡ് ബാർ എന്ന് പറയേണ്ട മാജിക് മെമ്മറീസ്, AI മെമ്മറീസ് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാധനത്തിന് മറ്റേ മെമ്മറിയിലോട്ട് ഫീഡ് ചെയ്തിട്ട് നമ്മൾ അറിയാമല്ലോ, അതേ സാധനങ്ങൾ AI സജഷൻസ്, AI മാജിക് ബട്ടൺ എല്ലാം വരുന്നുണ്ട്. AI ബട്ടൺ പരിപാടി ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ AI മൊബൈൽ അസിസ്റ്റൻ്റ് ഉണ്ട്, AI മെമ്മറി, ഗൂഗിൾ ലെൻസ്, ക്വിക്ക് സർവീസ്, സൗണ്ട് മോഡ്, ഇതൊക്കെ അറിയാമല്ലോ, ഫ്ലാഷ് ലൈറ്റ് ഏത് വേണമെങ്കിലും കൊടുക്കാം. സോ നിങ്ങൾക്ക് ഒന്നും ഇടാതെയും വെക്കാം കേട്ടോ. AI സ്ക്രീൻ സജഷൻ, AI മൊബൈൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത്. അതിൽ നമുക്ക് സിംഗിൾ പ്രസ്, ഡബിൾ പ്രസ്, ലോങ് പ്രസ് 3 രീതിയിൽ നിങ്ങൾക്ക് 3 ആക്ഷൻസ് ഇതിൽ കൊടുക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ വരുന്ന എല്ലാ AI പരിപാടികളും ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആൾക്കാരെ ഇറേസ് ചെയ്യുന്നതായിക്കോട്ടെ, സൈസ് കൂട്ടുന്നതായിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള എഡിറ്റിംഗ് പരിപാടികളും ഈ ഒരു AI എഡിറ്റ് പരിപാടി, AI ഇറൈസർ, AI അപ്സ്കെയിൽ, AI കട്ടൗട്ടൊക്കെ അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരു സാധനത്തിന് ഒരു സ്റ്റിക്കറാക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കട്ടൗട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട്, മോഡിഫൈ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നൈസായിട്ട് ഇത് കട്ട് ചെയ്തേക്കാണ്, കട്ടൗട്ട് ചെയ്തിട്ടുണ്ട്. സോ അതേപോലെയൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കട്ടൗട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദെയർ. പിന്നെ സൈസ് കൂട്ടുന്നത് എല്ലാ രീതിയിലുള്ള പരിപാടികളും ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് എനിക്ക് AIനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം ക്യാമറയാണ്. ക്യാമറ വളരെ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് 1080p 30 FPS വീഡിയോ ആണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിലും 1080p തന്നെ 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഉള്ളത്. സോ ലൈക്ക് ഐ സെഡ്, ഇതിൽ എടുക്കുന്ന ഫോട്ടോസ് ഈ പറയുന്ന ചിപ്സെറ്റിൻ്റെ ഗുണം, അതായത് ഈ സ്നാപ്ഡ്രാഗണിൻ്റെ 4th Gen 4 ISPയുടെ ഗുണമൊക്കെ വെച്ചിട്ടും AIയുടെ ഒരു മറ്റേ പരിപാടികളൊക്കെ വെച്ച് എടുക്കുന്ന ഫോട്ടോന് ഒരു ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ടൊരു ഫോട്ടോയോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഞാൻ എടുത്തിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ബട്ട് നമുക്കൊരു ഹൈ എൻഡ് ഓണറിൻ്റെ ഫോണിലൊന്നും കിട്ടുന്ന രീതിയിലുള്ള ഫോട്ടോസ് അല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഈ ഫോൺ കേപ്പബിൾ ആണെന്ന് മാത്രം ഞാൻ പറയുന്നു. ഹലോ ഗൈസ്, 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വ്യക്തവും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എനേബിൾ നോയ്സ് റിഡക്ഷൻ ആൻഡ് റിമൂവ് ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. നൈസ്. ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ, സൗണ്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 1080p 30 ആണ് കേട്ടോ, ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ ആയതുകൊണ്ട് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടപ്പോൾ അത്യാവശ്യം നല്ല വീഡിയോസ് ഇതേപോലെ എടുക്കാം. ഓക്കെ. ബാക്ക് ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയുടെ വന്ന OIS ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷേക്കി ആയിരിക്കും. ഇത് വെച്ച് നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഇതായിരിക്കും. പിന്നെ 1080p 30 FPS വരെയൊക്കെ ഉള്ളൂ, 4K ഒന്നുമില്ല. അന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ. നമുക്ക് അതിൽ തന്നെ പോർട്രേറ്റിൽ നമുക്ക് 1x 2x ഒക്കെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. അത് സെൻസർ ക്രോപ്പാണ്. പിന്നെ നമുക്ക് ഞാൻ പറയാം വീഡിയോ പ്രോ മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പനോരമ, സ്കാൻ ഡോക്യുമെൻ്റ് പോലത്തെ സാധനങ്ങളും വരുന്നുണ്ട്. ഞാൻ പറയാം ഇതൊരു വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഡെലിവറിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ബാറ്ററി ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴയത്തൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു ടെറൈനിലൊക്കെ പോകുന്നവർക്കോ അങ്ങനെ ഒരു റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണിത്. നിങ്ങളെ കയ്യിൽ നിന്ന് ഒരുപാട് രീതിയിൽ എപ്പോഴും പ്ലക്കനെ കയ്യിൽ നിന്ന് വീഴുന്നവർ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഓപ്റ്റ് ചെയ്യാം. 2.5 മീറ്ററിൻ്റെ ഡ്രോപ്പ് റെസിസ്റ്റൻ്റ് വരുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സോ അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഈ ഒരു ഫോണിനെ നിങ്ങൾ നോക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എല്ലാ രീതിയിലും നിങ്ങൾക്ക് 5G ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനത്തെ പരിപാടികളൊന്നും വരത്തില്ല. AI പരിപാടികളൊക്കെ വരുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഓണറിൻ്റെ X7e Plus എന്ന് പറയുന്ന ഈ ഫോൺ. ഇത് 2 ഓപ്ഷൻസാണ് വരുന്നത് ഈ ഫോണിന്. ഐ തിങ്ക് പ്രൈസ് വന്ന് 2 ഓപ്ഷൻസാണ്. 6GB 128GBക്ക് 899 dirhams-ഉം 8GB 256-ന് 1099 dirhams-ഉം ആണ് വരുന്നത്.
അതാണ് ഈ ഒരു സാധനത്തിന് ഞാൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ബാറ്ററി ഇതേപോലത്തെ വാട്ടർ റെസിസ്റ്റൻറ്റ്, ഡ്രോപ്പ് റെസിസ്റ്റൻറ്റ്, AI ബട്ടൺ, പിന്നെ മറ്റേ AI to വീഡിയോ എന്ന് പറയുന്ന ആ ഒരു സാധനം അതും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നല്ലൊരു ഡ്യുവൽ സ്പീക്കർ വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി ഗുഡ്. ലൈക്ക് ഐ സെഡ്, ഞാൻ ശരിക്കും പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം വന്നിട്ടില്ല. ഗെയിമൊക്കെ ഞാൻ പറയാം, നിങ്ങൾക്കൊരു ക്യാൻഡി ക്രഷ്, സബ്വേ സർഫർ പോലത്തെ ഒക്കെ കളികളൊക്കെ അത്യാവശ്യം കളിക്കാൻ പറ്റും. BGMI ഒക്കെ ചിന്തിക്കുന്നവർ വേറെ വല്ലതും എടുക്കുക. സോ അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതാണ് ഈ ഫോണിൻ്റെ പ്രൈസും വരുന്നത്. നിങ്ങൾ ഈ ഫോൺ ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലും സർവീസ് സെൻറ്റേഴ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഓണറിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് നാട്ടിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഫോൺ അവിടെ പോയിട്ട് വാറണ്ടി സെറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ആക്ച്വലി കമ്മിങ് വിത്ത് GCC, ഇന്ത്യ, പിന്നെ അങ്ങനത്തുള്ള കുറച്ച് രാജ്യങ്ങളിലെ ഇത് സർവീസ് ഇത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓണറിൽ. നിങ്ങൾ ദുബായിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ യൂഷ്വലി ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഫോൺ മേടിച്ചാൽ നിങ്ങൾ നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് സർവീസ് കിട്ടത്തില്ല. ബട്ട് വേറെ ഓണർ ആയിക്കോട്ടെ അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ സർവീസ് സൂപ്പറായിട്ട് കിട്ടും. എന്തായാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് ഈ ഫോൺ ഫീൽ ചെയ്തത്. വേറെ ഒന്നും എനിക്കിനെ പറ്റി പറയാനില്ല. ബാറ്ററി ലൈഫ് റഫായിട്ട് യൂസ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഫോണാണ് ഈ ഫോൺ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പോകുന്നു. ബൈ.